ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഡാഷ് ഡാഷ് താത്ത എന്ന് വിളിക്കുന്ന ഒരു ലേഡീൻ്റെ കുറച്ച് പ്രഹസനങ്ങൾ. നിന്റെ തന്ത കുണ്ടല്ലേ, നിന്റെ തന്ത ഒറിജിനൽ കുണ്ടല്ലേ. ഇന്ന് ലൈവ് ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജിനൂസ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു വ്ളോഗ് ചെയ്യുന്ന ഒരു യൂട്യൂബറുടെ വീട്ടിൽ പോയിട്ട് ഇവർ കാണിച്ച് കൂട്ടിയ ശുദ്ധ തെമ്മാടിത്തരം എന്ന് വേണമെങ്കിൽ പറയാം. നല്ല കുട്ടികൾ പോയിട്ട് വലിയ ആൾക്കാർ വില കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറികളാണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലുള്ള തെറികളൊക്കെ കേൾക്കുന്നത് കേട്ടോ. സത്യമായിട്ടും ഞാൻ ഇതുപോലത്തെ തെറികൾ കേട്ടിട്ടില്ല. ഞാൻ ഡ്യൂട്ടീൻ്റെ ഇടയ്ക്കാണ് ഇത് പ്ലേ ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള ആൾക്കാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അപ്പം തന്നെ മ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ആ തെറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് കൊടുക്കാൻ റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ, ഒരാൾ വന്നിട്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും അസംബന്ധം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേസ് കൊടുക്കാം. അത് നിങ്ങളുടെ അവകാശമാണ്. നേരെ മറിച്ച് അവരുടെ വീട്ടിൽ പോയിട്ട് അതിക്രമം നടത്തുക, അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി തെറി പറയുക, അതിനൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അവകാശവും. നിങ്ങൾക്ക് ഇതിനൊക്കെ ആരാണ് പെർമിഷൻ തന്നിട്ടുള്ളത്? നിങ്ങളുടെ കൂടെ വാലാട്ടി നടക്കുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ, ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട്. പുള്ളിക്കാരൻ്റെ പിൻബലത്തിലാണോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ കാശിൻ്റെ പവറാണോ നിങ്ങൾ ഇന്ന് കാണിച്ചേക്കുന്ന കുത്തിക്കഴപ്പെന്ന് പറയുന്നത്? നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നോ? നിങ്ങളൊരു കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നോക്കിക്കോളൂ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ അവിടെ പോയിട്ട് ക്രിമിനലിനെ പിടിച്ച് അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പോലീസുകാർ നോക്കിക്കോളും, അത് അവരുടെ ഡ്യൂട്ടിയാണ്. നിങ്ങളിപ്പോൾ കുട്ടികൾക്ക്, നമ്മുടെ ഒലീവിയൻ്റെ ഇഷ്യൂ ആയിട്ട് ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ നടക്കുന്നതൊക്കെ ഓക്കെ, അതൊക്കെ നല്ല കാര്യം, വളരെ നല്ല പുണ്യപ്രവർത്തിയാണ്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുക, അല്ലാതെ അതിൻ്റെ പേരിൽ ഒരു 10-100 ലൈവ് ഇട്ട് കുറേ തെറി പറഞ്ഞ് ഇതൊക്കെ ആരെ കാണിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ്? നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു വാലാട്ടി നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ആരാണെന്നും ആ സ്ത്രീൻ്റെ റോൾ എന്താണ് ഈ ഒരു കാര്യത്തിൽ നിന്നും ചോറ് തിന്നുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട്. പിന്നെ അവരെ താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവരുടെ കാശും വാങ്ങി അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറച്ച് ആൾക്കാർ, അവർ മാത്രമാണ് ഇപ്പോഴും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അതല്ലാതെ നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? കുറച്ച് നല്ല സൗണ്ട് ഇട്ട് കുറച്ച് നല്ല 4 പച്ചത്തെറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് പേടിക്കുന്നു. അങ്ങനെ പേടിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവരും നിങ്ങൾ അതിനകത്ത് കൂട്ടണ്ട കേട്ടോ. നിങ്ങൾ 4 തെറി പറഞ്ഞതുകൊണ്ട് ഇനി പൊങ്ങി വരാൻ പോകുന്ന, അതായത് ഇനി നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാനിരിക്കുന്ന ആരും പേടിച്ചോടുമില്ല. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നതാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഓലപ്പാമ്പ് അല്ലെങ്കിൽ പോലും സത്യം വിളിച്ച് പറഞ്ഞതിന് ഒരു പേടിയില്ല. അപ്പം നിങ്ങളൊക്കെ പറയുമായിരിക്കും കാശ് വാങ്ങിയിട്ടാണ്, ഏതോ ആൾക്കാരുടെ കയ്യിൽ നിന്ന്, ഒലിവിയൻ്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളൊക്കെ പോലുള്ള ആൾക്കാർ കാശ് വാങ്ങിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. എൻ്റെ കാര്യമേ എനിക്കറിയത്തുള്ളൂ. എനിക്ക് യൂട്യൂബേഴ്സ് തമ്മിലുള്ള യുദ്ധങ്ങളോ അതുപോലെ എന്താ കിക്ക് എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ആരൊക്കെയോ പറഞ്ഞാൽ കിക്ക് എന്തോ ഒരു അസോസിയേഷൻ ഉണ്ടെന്നോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ സത്യം കണ്ട് എനിക്കത് സത്യമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനും ഒലീവിയയ്ക്കെതിരെ വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ് ഞാനും. പക്ഷേ അത് തെറ്റാണ്. സത്യങ്ങൾ എപ്പോഴും നിരങ്ങിയേ വരാറുള്ളൂ, കള്ളങ്ങളാണ് ഭയങ്കര സ്പീഡിൽ വരിക. അപ്പം ഞാൻ അത് തെറ്റാണ്. ഒലീവിയയ്ക്കെതിരെ ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അവർ തിരുത്താൻ റെഡിയായി.
അതിന് ശേഷം ഇങ്ങനെയുള്ള സത്യങ്ങൾ അറിഞ്ഞു വരുന്നത് ശേഷവും പിന്നെ അവർ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ കളിക്കുന്ന കളികളൊക്കെ എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ ആരാണ് ചരട് വലിച്ച് കളിക്കുന്നതും ആരാണ് ഫണ്ട് ഇറക്കുന്നതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ല, സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് ഞാൻ ആരുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ദയവേത് നിങ്ങളെ വിലയാണ് നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. 4 തെറി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ തെറുത്താത്ത സൂപ്പർ വുമണാന്ന് പറയുന്നതാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് അതിൽ തന്നെ എല്ലാവരും നിങ്ങൾ അളന്നു കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ